ഹായ്, വി മൈ വർക്ക് സ്പേസിൽ എങ്ങനെയാണ് DSC അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ അതുപോലെ പ്രൊമോട്ടേഴ്സ് ഇവരെയൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. DSCനെ രജിസ്റ്റർ ചെയ്യേണ്ടത് ഡിസ്ട്രിബ്യൂട്ടറുടെ ആപ്ലിക്കേഷനിലാണ്, പ്രൊമോട്ടറെയും രജിസ്റ്റർ ചെയ്യേണ്ടത് ഡിസ്ട്രിബ്യൂട്ടർ ആപ്ലിക്കേഷനിലാണ്. നമുക്ക് ഒരു രജിസ്ട്രേഷൻ നോക്കാം. രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി MSafe എന്ന് പറയുന്ന വി മൈ വർക്ക് സ്പേസിൽ MSafe എന്ന് പറയുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് മെനൂസ് കാണാം. KRCC, അപ്രൂവ് KRCC, ട്രെയിനിങ്, രജിസ്റ്റർ, ഡീആക്ടിവേഷൻ. രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി രജിസ്റ്റർ എന്ന് പറയുന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. താഴെ രജിസ്റ്റർ ന്യൂ യൂസർ ക്ലിക്ക് ചെയ്യുക. ഫുൾ നെയിം കൊടുക്കാം, നമുക്ക് ലാസ്റ്റ് നെയിം, ഇമെയിൽ ID കൊടുക്കാം. ജെൻഡർ, മൊബൈൽ നമ്പർ. ഈ മൊബൈൽ നമ്പർ കൊടുക്കേണ്ടത് ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറുടെ മാസ്റ്റർ നമ്പർ, DSC ആണെങ്കിൽ DSCയുടെ എംപവർ ലോഗിൻ നമ്പർ, പ്രൊമോട്ടർ ആണെങ്കിൽ പ്രൊമോട്ടറുടെ സ്മാർട്ട് കണക്ട് നമ്പർ. ഇവിടെ മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം ജോബ് ഡീറ്റെയിൽസ് കൊടുക്കാം. ജോബ് ഡീറ്റെയിൽസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഫംഗ്ഷൻ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ ഏറ്റവും താഴെ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടായിരിക്കും. സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനാണ് ഫംഗ്ഷൻ വരുന്നത്. റോള് നമുക്കിവിടെ കൊടുക്കാനായിട്ട് കാണിക്കുന്നുണ്ട്. ഡിസ്ട്രിബ്യൂട്ടർ, ട്രെയിനി, അതുപോലെ തന്നെ CRE, DSC എല്ലാവരും നമുക്കിവിടെ കാണാം. നമുക്കിവിടെ തൽക്കാലത്തേക്ക് ഒരു DSCനെ രജിസ്റ്റർ ചെയ്യാം. DSC കൊടുത്തതിന് ശേഷം താഴെ ക്ലസ്റ്റർ ചോദിക്കുന്നുണ്ട്. ക്ലസ്റ്റർ നമുക്ക് KER സെലക്ട് ചെയ്യുക. സർക്കിൾ കേരള സെലക്ട് ചെയ്യുക. വർക്ക് ലൊക്കേഷൻ നിങ്ങൾക്കിവിടെ സെർച്ച് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കാലിക്കറ്റാണ് കൊടുക്കേണ്ടത്. താഴെ കമ്പനി എംപ്ലോയർ നെയിം എന്നാണ് ചോദിക്കുന്നത്. കമ്പനി എംപ്ലോയർ നെയിം എന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ്റെ നെയിം, DSC ആണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ്റെ നെയിമാണ് കൊടുക്കുന്നത്. അതുപോലെ പ്രൊമോട്ടർ ആണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ നെയിമാണ് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ തൽക്കാലത്തേക്ക് ഒരു പേര് കൊടുക്കുന്നുണ്ട്. യുവർ കമ്പനി എംപ്ലോയർ കോഡ് എന്ന് ചോദിക്കുന്നിടത്ത് ഏത് നമ്പറാണോ രജിസ്റ്റർ ചെയ്യുന്നത് ആ നമ്പർ തന്നെ കൊടുത്താൽ മതി. ആൻഡ് ദെൻ വർക്ക് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ചോദിക്കുന്നുണ്ട്. ഞാൻ തൽക്കാലത്തേക്ക് ഇന്നത്തെ ഡേറ്റ് കൊടുക്കുകയാണ്. ആൻഡ് ദെൻ സബ്മിറ്റ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു നമ്പർ ആദ്യം രജിസ്റ്റർ ചെയ്തു. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് DSC അതല്ലെങ്കിൽ പ്രൊമോട്ടർ അതല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിലും അവരുടെ ഫോണിനകത്ത് ഈ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തതിന് ശേഷം യൂസർ നെയിമായി നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മെയിൽ ID ടൈപ്പ് ചെയ്യുക. താഴെ ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുക. ശ്രദ്ധിക്കുക, OTP എപ്പോഴും മെയിലിൽ മാത്രമായിരിക്കും വരിക. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എങ്ങനെയാണ് KRCC ഫിൽ ചെയ്യേണ്ടതെന്ന് കാണിക്കാം. ഓക്കെ, താങ്ക് യു.